ഹായ് പ്രിയപ്പെട്ടവരെ, അസീം വെളിയും കൂടാണ്. കലയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു അപൂർവ കലാകാരനെ നമുക്ക് പരിചയപ്പെടാം. ഓടക്കുഴൽ ഇനത്തിൽപ്പെട്ട റെക്കോർഡർ എന്നൊരു സംഗീതോപകരണമുണ്ട്. നാമൊക്കെ പലവരും അത് വായ കൊണ്ട് വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ മൂക്കുകൊണ്ട് അത് വായിക്കുന്ന ഒരു അപൂർവ കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. കിഷോർ ചേലക്കര എന്ന ആ കലാകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മിഥില കിഷോറുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ബായ്. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി. ആ ചോന്ന ഷർട്ടിട്ട ചേട്ടൻ കൂടെ വന്നേ, ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാം. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ. നമസ്കാരം. നമസ്കാരം കിഷോർ ഭായ്, അസീം വെളിയും കൂടാണ്. പ്രോഗ്രാമൊക്കെ കാണുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ നിശാന്ത് ഭായ് ആ ചേട്ടനാണ്, എൻ്റെ വലിയേട്ടനാണ്. അതല്ലേ. ഈ ചിത്രം ഇതൊക്കെ ചേട്ടൻ വരച്ചിട്ടുള്ളതാണ്. വീട്ടിലുള്ള ചിത്രങ്ങൾ ഒരുപാട്, എല്ലാ ചിത്രങ്ങളും ചേട്ടൻ, അകത്ത് നിറയെ ചിത്രങ്ങളുണ്ട്, ഒക്കെ ചേട്ടൻ വരച്ചിട്ടുള്ളതാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് വരച്ചിട്ടുള്ളതാണ് ചിത്രം. അത് വീട് പെയിന്റ് ചെയ്യണമെങ്കിലും ഈ ചിത്രം ഇവിടെ തന്നെ നല്ലൊരു ചിത്രം. അതിൻ്റെ വളരെ മനോഹരമായ ചിത്രമാണ്. അതെ അതെ. എന്നിട്ട് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകണം, കുഴപ്പമില്ല. ഇപ്പോൾ നാദസ്വര പരിപാടിയുടെ തിരക്കിലാണ്. സീസണാണല്ലോ. ഇന്നും പ്രോഗ്രാം ഉള്ളത്, അന്ന് എന്തോ ഒരു കാരണത്തിൽ മുടങ്ങിയതാണ്. അതുകൊണ്ട് ഇന്നിപ്പോ റെസ്റ്റ് കിട്ടിയതാ. നമ്മളെ ഭാഗ്യം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷം. ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് ഓടക്കുഴല് മൂക്കൊണ്ട് വായിക്കുന്നു. റെക്കോർഡർ എന്നാണ് അതിന്റെ പേര് പറയാ. ഓടക്കുഴലല്ല, റെക്കോർഡർ എന്നുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര്. അതിലൂടെ വായിക്കുന്നു. അത് മൂക്കുകൊണ്ട്. പക്ഷെ അപൂർവം, നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു അറിവ് കേൾക്കുന്നത്. നമ്മളങ്ങനെ ആരും ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. അല്ല, മൂക്കുകൊണ്ട് മൂക്കുകൊണ്ട് ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ റെക്കോർഡർ മൂക്കുകൊണ്ട് വായിക്കണത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ റെക്കോർഡറിൽ പാട്ടുകൾ ഫുള്ളായിട്ട് വായിക്കണത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതിനിപ്പോ എനിക്ക് കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. റെക്കോർഡർ എന്ന് പറഞ്ഞ സംഭവത്തിൽ പാട്ടുകൾ വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്കറിയണത്. ഞാൻ അത് പഠിച്ചിട്ടുള്ള ചെയ്യണതല്ല. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് പാട്ട് ട്രാക്കിൽ ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഓടക്കുഴൽ പഠിച്ചിട്ടില്ല. ഇപ്പം റെക്കോർഡർ, ഇപ്പം തകീൽ പരിപാടി ആയാലും അങ്ങനെ പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യണതൊക്കെ. ഒരു ഇതിലേക്ക് എത്താൻ എന്താണ് ഒരു അത് ഓടക്കുഴൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് പൂർവ്വറിലൊക്കെ ഇടുന്ന ഓടക്കുഴലൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വായിക്കാതെ വെച്ചാൽ ഓരോ ശബ്ദം ഉണ്ടാക്കും. ഇവിടെ പറ്റാവുന്ന പോലെ പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കും. പിന്നെ 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 എപ്പോഴോ അങ്ങനെ ഇവിടെ എത്തി. പിന്നെ ഓടക്കുഴൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ അതിൽ ഓടക്കുഴൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഭയങ്കര ഒരു, കാണുമ്പോൾ ഓടക്കുഴൽ നമുക്ക് സിമ്പിളാണ്. പക്ഷേ ഓടക്കുഴലിൻ്റെ എന്താണ് അത് സംഭവം എന്ന് പറഞ്ഞാൽ അടുത്തേക്കടുത്ത് ചെല്ലുന്നതോറാണ് അതങ്ങനെ എത്രയോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവണത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ആരും അങ്ങനെ പറഞ്ഞു തരില്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. സ്വന്തമായിട്ടുണ്ടാക്കി ഓടക്കുഴലൊക്കെ ഞാൻ വായിക്കണതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ഓടക്കുഴലോ. അത് ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ അതിലൊക്കെയാണ് അപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓടക്കുഴലിൻ്റെ വില എന്ന് പറഞ്ഞാൽ നല്ല വിലയാണ്. നമ്മൾ ഇപ്പോൾ പൂരപ്പറമ്പിലും ഓടക്കുഴൽ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് ഓടക്കുഴൽ കിട്ടും. പാട്ടുകൾ വായിക്കാൻ പറ്റും. ഇപ്പം ഞാനുണ്ടാക്കുന്ന ഓടക്കുഴലായാലും അത്തരത്തിലുള്ള ഓടക്കുഴൽ തന്നെ ആയിരിക്കും. പക്ഷെ നല്ലൊരു പ്രൊഫഷണൽ ട്യൂണിങ് ഒക്കെ കറക്റ്റ് ക്വാളിറ്റി ഉള്ള ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000, 1500 മുകളിൽ എന്തായാലും ഫ്ലൂട്ടുകൾക്ക് വിലയുണ്ട്. ഓരോന്നിനും വിലയുണ്ട്. ഒരു ഫുൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 രൂപയൊക്കെ വരുന്നുണ്ട് ഒരു ഫുൾ കിറ്റ് ഫ്ലൂട്ടിനൊക്കെ. അപ്പോൾ അങ്ങനെ അതൊന്നും നമുക്ക് മേടിക്കാനുള്ള ഒരു സാമ്പത്തിക നമുക്കില്ല. അപ്പം അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ഓടക്കുഴൽ ഉണ്ടാക്കണം. ഒരു സെലിബ്രിറ്റി ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് കിട്ടും. അത് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റാണ്. ഒരിക്കലും മറക്കാൻ പാടാത്തൊരു സന്തോഷമാണ് അതൊക്കെ. അതല്ലേ. നമ്മുടെ മമത മേഡം, മമത മോഹൻദാസ്, അതല്ലേ, ഒരു സുസാറ്റ ഫ്ലൂട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. പിന്നെ അതിലും പറയാൻ പറ്റാത്ത അതിൽ വലിയൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട്, ട്രെൻഡിങ് ആയിട്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് ഞാനാണ് ചെയ്തതെന്ന് അറിയാൻ കുറച്ചൊന്നും ആൾക്കാർ വൈകിപ്പോയി. അപ്പോൾ ആ പാട്ട് അങ്ങനെ മമത മേഡത്തിൻ്റെ വഴിയിലൂടെ, മമത മേഡത്തിൻ്റെ PA സോമൻ എന്ന് പറയും, ആള് നമ്മുടെ ഫ്രണ്ടാണ്. ആളാണ് എന്നെ മമത മേഡത്തിന് പരിചയപ്പെടുത്തി
മമത മാഡം രതീഷ് വേഗ സാറിന് പരിചയപ്പെടുത്തി. രതീഷ് വേഗ സാറാണ് ആ പാട്ട് 1, 2, 3 മ്യൂസിക്സിലൂടെ പാട്ട് റിലീസ് ചെയ്തത്. ഏതായിരുന്നു പാട്ട്? അത് മുല്ലത്തറയിൽ വെണ്ണിലാച്ചയിലൂടെ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് നിങ്ങളെ പാട്ടാണോ? ഞാൻ വരികൾ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്ത പാട്ടാണ്. അതൊരു കാസർഗോഡുള്ളൊരു ജയരഞ്ജിത എന്ന് പറഞ്ഞൊരു കുട്ടി പാടിയിട്ട് അത്യാവശ്യം നല്ലൊരു വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അതിന്. പക്ഷെ അത് എവിടെയും നമ്മുടെ ഒരു പേര് എവിടെയും പറയുന്നത് ഒരു ചെറിയൊരു സങ്കടമല്ല. നമ്മളൊരു പാട്ട് ചെയ്യുമ്പോൾ വേറൊരാൾ പാടുമ്പോഴാണ് ആ പാട്ടിന് നമുക്ക് സന്തോഷം ഉണ്ടാവുക. കിഷോർ ചേലക്കരയുടെ ഒരു പാട്ടാണെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ 24 ന്യൂസിലൂടെ പറയാനൊരു ഭാഗ്യം കിട്ടി. ആ ന്യൂസ് അങ്ങനെ എല്ലാവരും എത്തിപ്പെട്ടു. ഇപ്പോൾ 1, 2, 3 മ്യൂസിക്സിലൂടെ 5 പാട്ട് ചെയ്തു അല്ലേ? പിന്നെ അതുകൂടാതെ ഏക്താര ബീറ്റ്സ് ഡോക്ടർ മേഡത്തിൻ്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. താര ജയശങ്കർ എന്ന് പറഞ്ഞൊരു മേഡം ഡോക്ടറാണ്. ആളാണ് ആ പാട്ട് 6ാമത്തെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ണാടി കവളത്ത് എന്നുള്ളൊരു പാട്ട്. അത് ഞാൻ വേറെ ഒരു മൂഡിലൊക്കെ എഴുതിയൊരു പാട്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അതല്ലേ? അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഈ പുല്ലാങ്കുഴലിലേക്ക് വരാൻ നമുക്കൊരു ആളുടെ ഇത് കണ്ടിട്ടാണല്ലോ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അതെ. അങ്ങനെ സ്വാധീനം ചെലുത്തിയ ആരെങ്കിലും ഉണ്ടോ? അതിലെനിക്ക് ഏറ്റവും മറക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് രാജേഷ് ചേർത്തല ചേട്ടൻ. ഓ, എന്താ പറയുക, ഓടക്കുഴലിൻ്റെ ഒരു മാന്ത്രികൻ എന്ന് പറയാറ്റില്ല. പൂർണ്ണ സംഭവം തന്നെ. അതെ. ആളുടെ പ്രോഗ്രാമൊക്കെ ഞാൻ ആളുടെ പ്രോഗ്രാം നേരിട്ട് അങ്ങനെ ഒരിട്ട പരിപാടി മാത്രം ഞാൻ കാണാൻ പറ്റിയിട്ടുള്ളൂ. നേരിട്ട് പരിചയപ്പെടാനും ഒരു സമയത്ത് പറ്റി. എവിടുന്നായിരുന്നു അത്? നമ്മുടെ പാലക്കാട് അത്തിപ്പൊറ്റ മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിൽ പ്രോഗ്രാമിനൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ആളന്ന് ഇങ്ങനെ പരിപാടിക്ക് പാലക്കാട് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരട്ടെ, എനിക്ക് കാണാൻ പറ്റുമോ, അന്നത് കിഷോർ വായോ എന്ന് പറഞ്ഞ് ചെന്നു, സംസാരിച്ചു. ഭയങ്കര ഒരു ഹഗ്ഗൊക്കെ എന്താ പറയുക, അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് അയക്കും. പിന്നെ നമ്മൾ അവരങ്ങനെ ബുദ്ധിമുട്ട് വയ്ക്കാൻ പാടില്ല, അവരൊക്കെ അത്ര എന്താ തിരക്കുള്ള ആൾക്കാരല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് അയക്കും ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് നമ്മുടെ മമത മേഡം തന്ന ഗിഫ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റും? ഓ, തീർച്ചയായിട്ടും. ഇതാണ് മേഡം രണ്ടെണ്ണം. സുസാറ്റോ ഫ്ലൂട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതില്ലേ? ഇത് അമേരിക്കൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് വരേണ്ടതാണ് കിട്ടുള്ളൂ. രണ്ടും ഒരേപോലെ തന്നെയാണ്? 2 സ്കെയിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ചെറിയ കോളോ വലിയ കോളോ? അല്ല, അതിന്റെ ലെങ്ത്തിൽ വ്യത്യാസം. അതൊന്ന് സൗണ്ടിൽ മാറ്റം വരും, ടോണിൽ ശ്രുതിയിൽ മാറ്റം വരും. ഓക്കെ, അതൊക്കെ ഒരു ഭാഗ്യമായിട്ട്. തീർച്ചയായിട്ടും. നമുക്ക് ഇത്ര വലിയൊരു ലെജൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഒക്കെ നമുക്ക് ഭയങ്കര ഭാഗ്യമല്ലേ. ഇതിന് വലിയൊരു അവാർഡ് നമുക്കില്ല. അതെ. അതൊക്കെ അവരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. 2017 തോന്നുന്നു എനിക്ക്, 2017 2013 ഞാൻ മൂക്കുകൊണ്ട് ഒരു നമ്മുടെ ഹിന്ദിക്കാരൊക്കെ വിൽക്കണ ഒരു ഫ്ലൂട്ട് ഉണ്ടല്ലോ, അതിൽ ഞാൻ മൂക്കൊണ്ട് വായിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു. അന്ന് ഫേസ്ബുക്ക് മാത്രം വലിയ ആക്റ്റീവ് അല്ല, നമ്മുടെ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരി കൂടി ഇതായത്. അപ്പം അന്ന് ചെയ്തിട്ടപ്പോൾ ഒന്നും അത് ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനുശേഷം കൊറോണ കഴിഞ്ഞിട്ടാണോ കൊറോണ സമയത്താണോ എന്നറിയില്ല, ഞാൻ രാഗദേവനം എന്നുള്ളൊരു പാട്ട് റെക്കോർഡറിൽ മൂക്കുണ്ട്. അത് റെക്കോർഡറിലാണ് ചെയ്തിട്ടത്. അപ്പോൾ അത് റെക്കോർഡിൽ ചെയ്തിട്ടിട്ടപ്പോൾ അത് കുറച്ച് ആൾക്കാർ കണ്ടു. അപ്പോൾ കുറച്ച് വ്ളോഗേഴ്സൊക്കെ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും ട്രെൻഡായി തോന്നി. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് അമൃത TV പ്രോഗ്രാം ചെയ്തു. അവിടെ നിന്ന് 5 സ്റ്റാർ എന്നുള്ളൊരു പദവി കിട്ടിയ വലിയ സംഭവം. പിന്നെ അതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 6 പാട്ടോളം ട്രാക്ക് കരോക്കയിൽ ഞാൻ ചെയ്യും മൂക്കുകൊണ്ട്. അപ്പോൾ അത് റെക്കോർഡിൽ പാട്ടുകൾ ഫുള്ളായിട്ട് വായിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ മൂക്കുകൊണ്ട് ട്രാക്കിൽ ചെയ്യണം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിരോധമില്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യണം. തീർച്ചയായിട്ടും. അയ്യോ എന്താ സന്തോഷം. ഇതുകൊണ്ടല്ലല്ലോ മൂക്കോട് കുറച്ച് പ്രയാസങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നാണ്. കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരേ ഒരു എന്നിട്ടത് ഇതിപ്പോൾ ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. ഞാനൊരു റീൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ചാനലിന് പോട്ടെ. തെങ്കാശിപട്ടണത്തിൽ നല്ലൊരു മനോഹരമായ നല്ല വിജയമാണ്. അതെ, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വിജയമാണ്. അതെ, ചെയ്യാറ് അപ്പം മറ്റേ അമൃത TV ചെയ്തത് നാരായണിലെ വിജയമായിരുന്നു ചെയ്തിട്ടുള്ളത്.
അപ്പം അത് കുറേ ചെയ്തതാണ്. ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ 2 വരി പാട്ടുണ്ട്. അടിപൊളി. സോറി ട്ടാ, അത്രയ്ക്കും ബ്രീത്ത് എടുത്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ കുറച്ച് നല്ലൊരു പ്രാക്ടീസ് കുറവുണ്ട്. അതല്ലേ. വൈഫ് നല്ലൊരു കലാകാരി എന്ന് കേട്ടു. വൈഫ് പാട്ടുകാരിയാണ്. നിങ്ങളും പാടുമല്ലോ അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിനൊക്കെ പണ്ട് പോയിരുന്നതാണ്. ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? ആൽബങ്ങള് ഇപ്പൊ ഈ കണ്ണാടി കവളത്ത് എന്ന് പറഞ്ഞ ആൽബം അവളെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. ഞങ്ങള് ലവ് മാരേജ്. അപ്പൊ അവളെ കുറിച്ച് എഴുതിയിട്ടുള്ള പാട്ടാണ് അത് പാടിയിട്ടുള്ളത് സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഐഡിയ സ്റ്റാർ സിംഗർ സുധീഷാണ് പാടിയിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ദുബൈയിലുള്ള മേഡം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പാട്ട് കണ്ണാടി കവളത്ത് എന്ന ആൽബത്തിന്റെ പേര്. അത് എഴുതിയിട്ടുള്ളത് ഞാനാണ്, സംഗീതം ചെയ്തത് ഞാനാണ്. അത് ആളെ കുറിച്ചിട്ട് വൈഫിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പാട്ടാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സുധീഷ് ആണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. 2 വരി പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കണ്ണാടി കവിളത്ത് മിന്നണ് പെണ്ണെ നിന്റെ പുഞ്ചിരിപ്പൂവ്, ഉള്ളിലിരിക്കണ മാരനതേതാടി പെണ്ണെ, ഉള്ളിലൊളിപ്പിച്ച മാരനതേതാടി പൊന്നെ, കാണാൻ എന്തൊരു ചേലാണ് കണ്ടു കഴിഞ്ഞാലോ മിണ്ടൂല, ഉള്ളിലിരിക്കണ മാരനതേതാടി പെണ്ണെ, ഉള്ളിലൊളിപ്പിച്ച മാരനതേതാടി പൊന്നെ. അടിപൊളി. കാസർഗോഡ് വെച്ച് പാടിയെന്ന് പറഞ്ഞില്ല, ആ പാട്ട് ഏതായിരുന്നു? 2 വരി അത് പാടാം. കുട്ടി ജയരഞ്ജിത പാടിയിട്ടുള്ളത്. മുല്ലത്തറയില് വെണ്ണീല ചേലോടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തെ അന്തിയിൽ ഞാനാ സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, ചെമ്പൻ മുടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലൊത്ത മാനിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ, ആട്ടം തുടങ്ങിയിട്ടും മേളം മുറുകിട്ടും മാറിയില്ലവളെൻ്റെ മുന്നിൽ നിന്നും, ചേലൊത്ത മാൻമിഴിയുള്ളൊരു സുന്ദരി പൂങ്കൊടി പെണ്ണിനെ കണ്ടേ. അടിപൊളി, സൂപ്പർ. ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്താ ചെയ്യുന്നത്? ക്രിയേറ്റിവിറ്റി എന്ന് പറയാനൊന്നുമില്ല. അപ്പോൾ സാക്സഫോൺ എന്ന് പറഞ്ഞൊരു സംഗീതോപകരണം ഞാൻ കണ്ടിട്ട് തന്നെ ഉള്ളൂ. സാക്സഫോൺ എന്ന് പറഞ്ഞൊരു സംഗീതോപകരണം എനിക്ക് ഭയങ്കര ഒന്ന് തുടരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കിഷോർ അന്തിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സാക്സഫോൺ ആർട്ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ അന്തിക്കാട്ടുകാരനാണ്. കിഷോർ എന്ന് തന്നെയാണ് ആളുടെ പേര്. ആളാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളൊരു വാച്ചാണത്. അപ്പോൾ ആള് എന്നെ ഒരു തൃശ്ശൂർ പരിപാടിക്ക് പറഞ്ഞ പോലെ കാണണം എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർക്ക് വിളിച്ചു. അപ്പോൾ അത് ചെന്നിട്ട് ഒരു സാക്സഫോൺ എൻ്റെ കയ്യിൽ തന്നു, വായിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ഞാനിങ്ങനെ ശബ്ദം ഉണ്ടാക്കി നോക്കി, അങ്ങനൊരു ഭാഗ്യം ആദ്യം കിട്ടി. പിന്നെ അതുപോലെ നമ്മുടെ ജയൻ ചേലക്കര എന്ന് പറയുന്ന ആൾ സാക്സഫോൺ ആർട്ടിസ്റ്റാണ്. ആളുടെ വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചു, അവിടെ ചെന്നു. അപ്പോൾ ആൾ സാക്സഫോണൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്തൊക്കെ കിഷോറിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചിട്ട് വെറുതെ ഒരു കൊതി തോന്നിയിട്ട് ഞാൻ നമ്മുടെ ആ ഒരു ഐഡിയ ചെയ്തിട്ട് ഒരു പാട്ടിൻ്റെ 2 വരി ഞാൻ വായിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ FB-യിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ വിലകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് നമുക്കത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓടക്കുഴലായാലും കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ കയ്യിലില്ല. അപ്പം അന്ന് ആ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ഒന്ന് പരിശ്രമിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നടക്കുന്നു. അപ്പോൾ ഈ സൊസൈറ്റി ഫ്ലൂട്ട് മേഡത്തിനോട് ഞാൻ പറഞ്ഞതും എനിക്ക് മൂക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാ പാട്ടും വായിക്കാനും ബുദ്ധിമുട്ടാണ് റെക്കോർഡിൽ. അപ്പോൾ സൊസൈറ്റി ഫ്ലൂട്ടിൻ്റെ ഓർഡർ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക്. എന്താ പറയുക, ശ്രമിച്ച് നോക്കാന്നുള്ളതിന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അത് ഓർഡറൊക്കെ കറക്റ്റാണ്, സൊസൈറ്റി ഫ്ലൂട്ടിൻ്റെ ഓർഡർ കറക്റ്റാണ്. അപ്പോൾ ഇനി അതൊന്ന് മൂക്കൊണ്ട് ഒന്ന് ചെയ്യണം. അപ്പം ഇന്നാള് മേഡത്തിൻ്റെ PA കണ്ണേട്ടെന്ന് ഞാൻ വിളിക്കുക, സോമൻ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ വിളിച്ചിട്ട് പറഞ്ഞു, കിഷോറെ എന്താ പുതിയ വീഡിയോസൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ മേഡം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് ചെയ്യുക, അപ്പോൾ ഇനിയും ഒരുപാട് സാധനങ്ങളെ സംഗതികളൊക്കെ അവിടെ കിട്ടും.
നമുക്കൊരു പറഞ്ഞിട്ടുള്ളത് ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. സാക്സഫോൺ കയ്യിലേക്ക് കിട്ടാൻ എന്താണ് വഴിയെന്ന് ഞാൻ കുറേ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ആയാലും കിട്ടാൻ വളരെ കിട്ടാൻ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെറ്റാക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും എന്തായാലും ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾ തരുന്നത്. കാരണം നമ്മളൊരു ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവം അതിനുള്ള വഴികൾ തുറന്നു തരും. അതെ അതെ, തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും വൈഫിന്റെ ഒരു 2 വരി പാട്ട് ആയിക്കോട്ടെ. ഒരു മിമിക്രി ചെയ്യുന്ന എനിക്ക് 2 വർഷമായിട്ട് ഇപ്പോൾ കോമ്പറ്റീഷനിലൊക്കെ പോയിട്ട് സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല വിരോധന പ്രേക്ഷകർക്ക് ഒരു പാട്ടും 2 ആയിക്കോട്ടെ വിളിക്കാതെ. നമസ്കാരം. പാടുന്നും പറഞ്ഞു, അതുപോലെ തന്നെ മിമിക്രിയും ചെയ്യുന്നു പറഞ്ഞു, ചെറിയ രീതിയിൽ ആയിക്കോട്ടെ, അത് മതി. 2 പേരും കൂടിയിട്ട് ഒരു പാട്ടായിക്കോട്ടെ. ഒരു പാട്ട് ചെയ്യാം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണല്ലേ? ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതുകൊണ്ട് ഒരു സംഗീതം, ആയിക്കോട്ടെ, ഒരു പാട്ടും മിക്സിംഗ് കോംബോ. പാട്ടായി ഒരു മിമിക്രി ചെയ്യുന്നുണ്ട്. സൗണ്ടിലും മിമിക്രി ഞാൻ സ്റ്റാറാണ് ചെയ്യുന്നത്. സിംഗേഴ്സ് ആണ്. എസ് ജാനകിയും ആഴക്കടലിന്റെ അങ്ങേ കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ. നാടൻപാട്ടിന്റെ കലാകാരി പ്രസിദ്ധ ചാലക്കുടി. കേക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ ചോന്ന ഷർട്ടിട്ട ചേട്ടൻ കൂടെ വന്നേ, ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാം. എന്നോടെന്തേ മിണ്ടാത്തേ, എന്നെ എന്തേ കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ. ചേട്ടൻ്റെ പേര് ഉണ്ണിയേട്ടെന്നാണോ? ഉണ്ണിയേട്ടാ എന്നെ മറന്നോ ചേട്ടാ. ഞങ്ങളുടെ ഒരു കോംബോ എന്ന് പറയുന്നത് എല്ലാവരും നല്ല ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പാടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കുട്ടാടം പാടത്ത് കുറി നടുപണിയും നടക്കുമ്പോ കാര്യങ്ങള് ചൊല്ലിയില്ല ഒരു 100 കൂട്ടം കാര്യങ്ങള്. കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ, കരക്കാര് പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ട് നിന്നോടാ. കുട്ടാടം പാടത്ത് കുറി നടും പണിയും നടക്കുമ്പോ കാര്യങ്ങള് ചൊല്ലിയില്ല ഒരു 100 കൂട്ടം കാര്യങ്ങള്. കണ്ടിട്ടും പറഞ്ഞിട്ടും തീരത്ത കാര്യങ്ങൾ എന്താണ് അയ്യോ, കരക്കാര് പറഞ്ഞു ചിരിക്കുമ്പോ നാണം കൊണ്ട് നിന്നോടാ. നട്ടുച്ചാ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനിത് പോരെ. കുണ്ടനോടഴില് നിക്കണതെന്തിനാ വീടും കൂടിയില്ലേ, തള്ളക്കോഴി കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം. നട്ടുച്ചാ നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണോരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനിത് പോരെ. കുണ്ടനോടഴില് നിക്കണതെന്തിനാ വീടും കൂടിയില്ലേ, തള്ളക്കോഴി കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം. കുറുങ്ങണ പോലൊരു വർത്താനം, കുറുങ്ങണ പോലൊരു വർത്താനം, കുറുങ്ങണ പോലൊരു വർത്താനം. വേറെന്താണ് വെറൈറ്റി ചെയ്യാൻ? അത് ഈ സൗണ്ട് ബീറ്റ് ബോക്സിലെ കിഷോർ ഭായി എഴുതി സംഗീതം നൽകി വൈഫ് പാടിയ പാട്ടുണ്ടെന്നുണ്ടല്ലോ, അതിന്റെ 2 വരി പാടാൻ പറ്റും. വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി.
വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി കൊഞ്ചി കൊഞ്ചിയേറെ നടന്നില്ലേ നീ എൻ്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പാ വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയായി കൊഞ്ചി കൊഞ്ചിയേറെ നടന്നില്ലേ നീ എൻ്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പാ കൊഞ്ചി കൊഞ്ചിയേറെ നടന്നില്ലേ നീ എൻ്റെ പിറകെ നടന്നില്ലേ കള്ളക്കറുമ്പാ വെള്ളിമണി കെട്ടിയാടും ചെല്ലക്കുയിലെ നിന്റെ മാറിൽ മയങ്ങാനേറെ കൊതിയാ. അടിപൊളി, നല്ല വരികള്, നല്ല നൊസ്റ്റാൾജി ഫീൽ ചെയ്തിട്ടുണ്ടാവും. മമത മേഡം തന്ന ഗിഫ്റ്റ് ഉണ്ട്, അതിൽ നമുക്ക് 2 വരി ചെയ്യാം. പാട്ടുകൾ ഞാൻ വായിക്കാറില്ല. BGM ചെയ്യാം.